ഈശ്വൻ ഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രക്ഷകനെ കുറിച്ചാണ്. മർദ്ദിതർക്ക് നീതി നടത്തിക്കൊടുക്കുകയും ബന്ധിതരെ മോചിപ്പിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വിമോചനത്തിന്റെ ദൈവത്തെ കുറിച്ചാണ്, രക്ഷകനായ ദൈവത്തെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് അപ്പസ്തോലന്മാരുടെ കാലത്തെന്ന പോലെ വിശ്വാസിയുടെ മറുപടിയും ഇത് തന്നെയാണ്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവ പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകനെ വിശ്വാസി യേശുവിൽ കണ്ടെത്തുമ്പോൾ അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി തീരുന്നു. ദൈവം പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകൻ ക്രിസ്തു തന്നെ എന്ന വിശ്വാസം ക്രൈസ്തവർ ആരംഭം മുതൽക്കേ പുലർത്തിക്കൊണ്ടുപോകുന്നു. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് യേശു ക്രിസ്തു എന്ന പേര്. മനുഷ്യവംശം മുഴുവനും വേണ്ടിയുള്ള രക്ഷകന്റെ ദൗത്യം അവിടുന്ന് നിർവഹിച്ചത് തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴിയാണ്. ആയതിനാൽ യേശു സകല ജനതകൾക്കും സകല യുഗങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും സദ്വാർത്തയാണ്. ഇതാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷകനായ ക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. താൻ രൂപം നൽകിയ ലോകത്തിലേക്ക് അധികാരഭാവത്തോടെയല്ല, മറിച്ച് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന അഭിവാദനത്തോടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് രക്ഷകന്റെ ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന പ്രത്യുത്തരം ഉയർന്നപ്പോൾ പരിശുദ്ധ മറിയത്തിലൂടെ വചനമാകുന്ന രക്ഷകൻ തിരിച്ചറിയ രക്തങ്ങളായി രൂപപ്പെട്ടു. തകർന്ന മനുഷ്യന് സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവന്റെ തകർച്ചയ്ക്ക് പരിഹാരം ചെയ്യാനായി അവനിൽ ഒരുവനായി അവതരിച്ചു. മനുഷ്യാവതാരം ചെയ്ത് കുരിശിലേറി മരിക്കുകയും മരണത്തിന്മേൽ എന്നേക്കുമായി വിജയം വരിക്കുകയും ചെയ്ത ക്രിസ്തു ഏവർക്കും ജീവിതാനുഭവത്തിന്റെ വിഷയമായി തീരട്ടെ. ഏവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. രക്ഷകൻ, ലോകരക്ഷകൻ, പുൽത്തൊഴുത്തിൽ വന്നു പിറന്നവൻ, അത്യുന്നതൻ പുത്രൻ യേശുനാഥൻ. രക്ഷകൻ, ലോകരക്ഷകൻ, പുൽത്തൊഴുത്തിൽ വന്നു പിറന്നവൻ, അത്യുന്നതൻ പുത്രൻ യേശുനാഥൻ.